ഇതെന്താണ് സംഭവം? ഇതൊരു കേസ് ഓൾറെഡി കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണ്. കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണ് ആണല്ലോ. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അവർ നടപടികൾ സ്വീകരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ഇതിൻ്റെ അകത്ത് എന്ത് റോളാണുള്ളത്? ഒരു റോളും ഇല്ല സംസ്ഥാന ഗവൺമെന്റ്. ഞങ്ങളെ അറിയിച്ചിട്ട് പോലുമില്ല, പോലീസിനെ അറിയിച്ചിട്ടില്ല. അവരവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ നേരത്ത് പോലീസിനെ അറിയിച്ചിട്ടില്ല. ചെയ്ത എന്താണ്? ആഭ്യന്തര വകുപ്പ് ചെയ്ത് ഞാൻ ആഭ്യന്തരമന്ത്രിയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അദ്ദേഹമാണ് അവിടെ ആൾക്കൂട്ടം കൂടുന്നത് കണ്ടിട്ട് അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകരുത് എന്ന് കരുതി അങ്ങനെ ഒരു റെയ്ഡ് നടക്കുന്ന വിവരം ഗവൺമെന്റിനോ പോലീസിനോ അറിയില്ലാതിരുന്നിട്ടും അദ്ദേഹം പോലീസിനെ വിട്ട അദ്ദേഹമാണ്. കുറേ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ആ സമീപനം ശരിയാണോ? ആ സമീപനം ശരിയാണോ? ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആളുകളെ, സ്ത്രീകൾ ഉള്ള ആളുകളെ ഒരു സംഘം ക്രിമിനലുകളെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു സംഘം ആക്രമിച്ച കാർ തല്ലിപ്പൊളിക്കുന്നു, അതിനകത്തുള്ളവരെ മർദ്ദിക്കുന്നു. അത് ക്രമസമാധാന ലംഘനമാണ്, ഒഫൻസാണ്. അത് ഒരു കാരണവശാലും അനുവദിക്കില്ല, ഒരു കാരണവശാലും അനുവദിക്കില്ല. ഒരു സെൻട്രൽ ഏജൻസി വന്ന് അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായി അവർ അവിടെ ഇതിൻ്റെ അകത്ത് നടന്നു. ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണം കൂടിയല്ലേ ഇത്? ഞങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണമാണ്. ആ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസിയെക്കുറിച്ച് ഞങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നു. 4 കൊല്ലം മുമ്പുണ്ടായ കേസാണ്. ഇതുവരെ ഒന്നും അവർ ചെയ്തിട്ടില്ല. ഈ അധികാരത്തിൽ നിന്ന് LDF ഗവൺമെന്റ് താഴെ ഇറങ്ങുന്നത് വരെ ഒന്നും ചെയ്തില്ല അവർ. പിന്നെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പുറത്തിറങ്ങി വന്നിട്ട് രാഹുൽ ഗാന്ധിയാണ് കുറ്റപ്പെടുത്തിയത്. രാഹുൽ ഗാന്ധിയാണ് റെയ്ഡിന് ആളെ വിട്ടത്. അദ്ദേഹം പ്രധാനമന്ത്രിയെയോ BJP നേതാക്കളെയോ BJP സർക്കാരിനെയോ ആരെയും കുറ്റപ്പെടുത്തിയില്ല, ഒരാളെ കുറ്റപ്പെടുത്തിയില്ല. അദ്ദേഹം കുറ്റം പറയാനുണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി എന്താ ചെയ്തത്? രാഹുൽ ഗാന്ധിക്കെതിരായി കേസ് വന്നപ്പോൾ അന്വേഷിക്കാൻ വന്ന ആളുകളുടെ വാഹനം കോൺഗ്രസ്സുകാരെ വിട്ട് തല്ലിപ്പൊളിക്കുകയാണോ ചെയ്ത്? അല്ല. അദ്ദേഹം 55 മണിക്കൂർ തുടർച്ചയായിരുന്നു, പല പ്രാവശ്യമായിട്ട് തുടർച്ചയായി ആ കേസുമായിട്ട് സഹകരിച്ചു, ഇല്ലേ? ആ കേസുമായിട്ട് സഹകരിച്ചു. അത് രാഷ്ട്രീയമായി എടുത്തിരിക്കുന്ന ഒരു കേസാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങളതിനെ രാഷ്ട്രീയമായി എതിർത്തു. ഈ കേസ് എടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലെ ഒരു അംഗത്തിനെതിരായി കേസെടുത്തിരിക്കുന്നത് രാഷ്ട്രീയമാണെങ്കിൽ CPM-ന് രാഷ്ട്രീയമായി പ്രതിഷേധിക്കാം. ഞാൻ ചോദിക്കട്ടെ, അതിൻ്റെ തലേദിവസമല്ലേ ഈ കേസിലെ ഒരു കക്ഷി കോടതിയിൽ പോയപ്പോൾ കോടതി ആ അന്വേഷണം നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ട് കോടതി പോയപ്പോൾ ആ പെറ്റീഷൻ തള്ളി അന്വേഷണം തുടരണമെന്ന് ഏജൻസിയോട് ആവശ്യപ്പെട്ടത്? അപ്പം നിയമപരമായ വഴിയല്ലേ ഇത്? നിയമപരമായ വഴിയല്ലേ അന്വേഷണം ഉള്ളത്? അപ്പം ഞങ്ങൾ എങ്ങനെയാണ് ഈ റെയ്ഡ് നടത്തിയതിനെയും ഈ അന്വേഷണം നടക്കുന്നതിനെയും വിമർശിക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എന്താ അധികാരമുള്ളത്? ഞങ്ങൾക്ക് അങ്ങനെ പറയാമോ? ഞങ്ങളങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണം നടക്കുന്ന കേസിൽ, കോടതി അനുവദിച്ച് അന്വേഷണം നടക്കുന്ന കേസിൽ ആ അന്വേഷണം നടത്താൻ പാടില്ല, അന്വേഷണം ഇങ്ങനെ വേണം, അന്വേഷിക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് പറയാമോ? ഞങ്ങൾ അതിൻ്റെ കോമ്പീറ്റൻ്റ് അതോറിറ്റി ആണോ? ഞാൻ വളരെ ജെന്യൂനായിട്ട് ചോദിക്കുകയാണ് നിങ്ങളോട്. ഞങ്ങളതിൻ്റെ കോമ്പീറ്റൻ്റ് അതോറിറ്റി അല്ല, ഞങ്ങൾക്ക് അതിൻ്റെ അകത്തില്ല. ഞങ്ങൾക്ക് ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ അകത്ത് ഇടപെട്ടു ശക്തിയായ നടപടികൾ സ്വീകരിക്കും. അത് തെറ്റാണ്, അത് ആവർത്തിക്കാൻ പാടില്ല. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. ഗുരുതരമായ കുറ്റകൃത്യമാണ് അവിടെ നടന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുകയും അവരുടെ വാഹനം അടിച്ചു തകർക്കുകയും ചെയ്ത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. അത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾക്ക് നിലപാടുണ്ട് അതിൻ്റെ അകത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.